കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. ഞാൻ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലാണല്ലോ. ഞാൻ അങ്ങനെ രണ്ടാമത്തെ നിലയിൽ നിന്ന് ഉള്ള ഒരു വീഡിയോയാണ് എടുക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു വിഷയത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കുട്ടികളിൽ എക്സാമിനോടുള്ള ഭയം എങ്ങനെ മാറ്റിയെടുക്കാം, എന്നിട്ട് എങ്ങനെ വിജയിക്കാം. നല്ല രസമില്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ. ഇപ്പോൾ നോക്കൂ, ഇന്നത്തെ പല കുട്ടികളും പരീക്ഷ എങ്ങനെയാണ് നോക്കുന്നത്? ഭയത്തോടാണ്. അതിനെ എങ്ങനെ സന്തോഷത്തോടെ ആസ്വദിച്ച് നേരിടാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു കുട്ടിക്ക് പരീക്ഷയുടെ ടൈം ടേബിൾ കിട്ടിയെന്ന് വിചാരിക്കുക. അതിനെ എന്ത് ചെയ്യണം? ആദ്യമേ സന്തോഷത്തോടെ സ്വീകരിക്കണം. അതിൽ ഒരു വിഷയം തിരഞ്ഞെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ അങ്ങ് ഡിവൈഡ് ചെയ്യണം. ആദ്യം ഒരു ചാപ്റ്റർ എടുക്കുക. ഞാൻ ഇതിനെ ഇത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് മനസ്സിലങ്ങ് വിചാരിക്കുക. എന്നെക്കൊണ്ട് അതിന് സാധിക്കും, എന്നെക്കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല എന്ന് തന്നെ വിചാരിക്കണം. മനസ്സിലെ ഭയമെല്ലാം അങ്ങോട്ട് കളയണം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടെ വേണം, അല്ലേ? അപ്പോൾ ആദ്യമേ തന്നെ ദൈവത്തോട് നന്ദി പറയണം. ദൈവമേ, എനിക്ക് ഇത് പഠിക്കാൻ തോന്നിച്ചതിന് അങ്ങയുടെ ഒരുപാട് നന്ദി. എൻ്റെ എല്ലാ വിഷയങ്ങളും പഠിക്കുമ്പോൾ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് എല്ലാ ഭാഗങ്ങളും പഠിക്കുന്നത് നല്ലോണം മനസ്സിലാക്കി തരണം. എപ്പോഴും അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതിനുശേഷം എന്തോ ചെയ്യണം? ഓരോ ചാപ്റ്ററും സന്തോഷത്തോടെ എടുത്ത് ആസ്വദിച്ച് എനിക്കെല്ലാം അറിയാമെന്ന മനോഭാവത്തോടു കൂടി അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങുക. ഓരോ ഭാഗവും പഠിക്കുമ്പോഴും ഭഗവാനെ, എനിക്ക് ഇത്രയും പഠിക്കാൻ കഴിഞ്ഞല്ലോ, അങ്ങയോട് ഒരുപാട് നന്ദി, അങ്ങനെ പറഞ്ഞു വേണം പഠിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തീർക്കുക. ഫീൽ ചെയ്ത് ഭഗവാനെ, ദൈവമേ എനിക്ക് നന്ദി, ഭഗവാനെ ദൈവമേ എനിക്ക് ഇത്രയും പഠിക്കാൻ കഴിഞ്ഞല്ലോ, നിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇത്രയും പഠിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്നിട്ട് 10 ചാപ്റ്റർ ഉണ്ടോ, നിങ്ങളിങ്ങനെ ആസ്വദിച്ച് ഈ 10 ചാപ്റ്ററും പഠിക്കുക. അപ്പോൾ ഓരോ ചാപ്റ്റർ തീരുമ്പോഴും പറയണം, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. മനസ്സിന് ധൈര്യം കൊടുക്കുക. എന്നെക്കൊണ്ട് ഇത് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല, അങ്ങനെ തന്നെ അങ്ങോട്ട് വിചാരിക്കണം. എന്നിട്ട് പരീക്ഷാ ഹാളിൽ പോവുക, കൂളായിട്ടിരിക്കുക. നമ്മുടെ മനസ്സിലെന്താ? ഈ പരീക്ഷ ഞാൻ നല്ലോണം എഴുതും, എനിക്ക് എല്ലാം അറിയാം, അങ്ങനെ ഒരു ഭാവത്തോടു കൂടി തന്നെ ഇരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിനെ സന്തോഷം സ്വീകരിക്കുക. നല്ല കൂളായിട്ട് അവിടെ ഇരുന്ന് എഴുതുക. ഉന്നതമായ വിജയം കൈവരിക്കാൻ കഴിയും. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോഴേ, ദൈവമേ ഇതിനകത്തുള്ളതെല്ലാം എനിക്കറിയാം, അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്കെല്ലാം പഠിക്കാൻ സാധിച്ചല്ലോ, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതാൻ നോക്കിക്കേ. നല്ല സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് മുഴുവനും നിങ്ങൾക്ക് എഴുതാനും സാധിക്കും, ഉന്നത വിജയം കൈവരിക്കാനും സാധിക്കും. ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്നായതുകൊണ്ട് എനിക്ക് ഒരുപാട് നേരം ഒന്നും സംസാരിക്കാൻ കഴിയില്ല. എപ്പോഴും സിസ്റ്റർമാരും ഡോക്ടേഴ്സൊക്കെ വരുന്നതല്ലേ. ഞാൻ ചെറിയൊരു വീഡിയോയാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ നേരത്തെ ചെയ്തതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.